അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അക്മലി ഖൽഖില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇഖാലുൽ ഹിമം ഫി ശർഹിൽ ഹികം തുടങ്ങുകയാണ്. പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ദേശങ്ങൾ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ആത്മാർത്ഥമാക്കി തരട്ടെ. നമ്മളാൽ ഉദ്ദേശം നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു ഉദ്ദേശം മഹാന്മാരുടെ ഹക്ക് കൊണ്ട് നന്നാക്കി തരട്ടെ. ഈ ഷർഹ് ഇഖാലുൽ ഹിമം എന്ന് പറയുന്ന ഷർഹ് മഹാനായ അൽ ഖുതുബുൽ ആരിഫ് സയ്യിദി അഹ്മദ് ബിനു മുഹമ്മദ് ബിനി അൽ മഹ്ദി ബിനി അജീബത്ത് ഷരീഫുൽ ഹസനി റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. മഹാനവറുകൾ ഹസനിയാണ്. അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നതാണ് മഹാനവറുകളുടെ പരമ്പര. സയ്യിദ് കുടുംബമാണ് എന്ന് കേരളത്തിൻ്റെ ഭാഷയിൽ പറയാം. മഹാനവറുകളുടെ ജനനം 1160 അല്ലെങ്കിൽ 1161 ഹിജറ. ഹിജറ 824 പൂർണ്ണരായ മശായിഖന്മാരൊക്കെ തീർന്നുപോയി എന്ന് പറയുന്നവർക്ക് അതിൻ്റെ മേലെ തൂങ്ങിയിട്ട് ഇല്ല, ഈ കാലഘട്ടത്തിലൊന്നും പൂർണ്ണരായ മശായിഖന്മാരില്ല എന്ന് പറയുന്നവർക്ക് മഹാനവറുകൾ ഒരു അപവാദമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനവറുകൾ 1160 അല്ലെങ്കിൽ 61 കാലയളവിലാണ് ജനനം. മഹാനവറുകൾ കുത്തുബാണ്, മുറബ്ബിയാണ്, തർക്കമില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് ആ ചർച്ചകളൊക്കെ വഴിയെ വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനവറുകളുടെ ജനനം ഖമീസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. നോർത്ത് വെസ്റ്റേൺ മൊറോക്കയിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമായ ത്വഞ്ച എന്ന് പറയുന്ന സിറ്റിയുടെയും തിത്വാൻ എന്ന് പറയുന്ന സിറ്റിയുടെയും ഇടയിലുള്ള വഴിമധ്യയാണ് ഈ ഖമീസ് എന്ന് പറയുന്ന ഗ്രാമം. അവിടെയാണ് മഹാനവറുകൾ വളർന്നത്, വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയതും. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുകയും വൈജ്ഞാനിക രംഗത്ത് കുറച്ച് ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്തപ്പോൾ മഹാനവറുകൾ പിന്നീട് തിത്വാനിലേക്ക് പോയി. അവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ അവിടുത്തെ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് ശേഖരിച്ചതിന് ശേഷം പിന്നീട് വൈജ്ഞാനിക തലസ്ഥാനമാകുന്ന ഫാസിലേക്ക് പോയി. ഫാസ് ഏറ്റവും വലിയ വൈജ്ഞാനിക കേന്ദ്രമാണ്. മാത്രമല്ല മൊറോക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഫാസ്. അവിടെ നിന്ന് മഹാനവറുകൾ വിജ്ഞാനം നുകരുകയും പിന്നീട് തിത്വാനിലേക്ക് മടങ്ങി അവിടെ ദർസ് പഠിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ തുടങ്ങി. മഹാനവറുകൾ തന്നെ പറയുന്ന ഇബ്നു അജീബ് തങ്ങൾ തന്നെ പറയുന്നു, താൻ തസവൂഫിലേക്ക് മാറാനുള്ള കാരണം അള്ളാഹു എനിക്ക് വിധിച്ച, അള്ളാഹുവിൻ്റെ അസലിയായ ഖളാഇൽ അള്ളാഹു എനിക്ക് തീരുമാനിച്ച ലാഹിറായ ഇൽമുകളൊക്കെ നുകർന്നപ്പോൾ, ശേഖരിച്ചപ്പോൾ പിന്നീട് ഇൽമുൽ ബാത്തുന് സ്വീകരിക്കാൻ, അതിലേക്ക് നീങ്ങാനുള്ള ഒരു ആഗ്രഹം എന്നിലേക്ക് വന്നു. അതിലേക്ക് പോകാനുള്ള കാരണം, ഈ ഇൽമുൽ ബാത്തുനിലേക്ക്, ഇൽമു തസവൂഫിലേക്ക് പോകാനുള്ള കാരണം മഹാനവറുകൾ തന്നെ പറയുന്നത്, എനിക്ക് ഹിക്കമിൻ്റെ ഒരു ഷർഹ് കിട്ടി. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അവരെക്കുറിച്ച് ഇഖാലിൽ തന്നെ പരാമർശം വരും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നില്ല.
ഷാദുലി ത്വരീഖത്തിൻ്റെ പ്രചാരണത്തിനും അതിലെ വലിയ മഹാനാണ് ഇബ്നു അത്താഇല്ല. മഹാനവറുകളുടെ ഹിക്കമ് ഒരു വലിയ ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പരാമർശം വരും. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു നുസ്ഖ എനിക്ക് കിട്ടി. ഞാനത് പകർത്തി എഴുതി. പിന്നീട് ഞാൻ അതിനെ വായിച്ചു. അതിനോടൊപ്പം ഞാൻ ഇബ്നു അബ്ബാദുൻ നഫസി റന്ദി എന്ന് പറയുന്ന മഹാൻ്റെ, ഇബ്നു അബ്ബാദ് അൻ നഫസി റന്ദി, മഹാനവറുകളുടെ പേര് മുഹമ്മദ് ബിനു ഇബ്രാഹിം ഇബ്നു അബീബക്കർ ബിനു അബ്ദുല്ലാഹ് ഇബ്നു മാലിക് ബിനു ഇബ്രാഹിം ബിനു മുഹമ്മദ്, അങ്ങനെ തുടങ്ങുന്നു. മഹാനവറുകളുടെ ജനനം 733 മരണം 792 ഇബ്നു അബ്ബാദ് എന്നാണ് മഹാനവറുകൾ പ്രസിദ്ധനായത്. മഹാനവറുകളുടെ ഷറഹാണ് ഗൈസുൽ മവാഹിബിൽ അലിയ ഫി ഷർഹിൽ ഹിക്കമിൽ അതായിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം വായിച്ചപ്പോഴാണ് എനിക്ക് ഷർഹ് ആദ്യമായിട്ട് ഈ ഹിക്കമിൻ്റെ ശേഷം ഷാദുലി ത്വരീഖത്തിന് പ്രസിദ്ധമായ ഷാദുലി ത്വരീഖത്ത് പ്രചരിക്കാനുള്ള ഒരു കാരണം ഈ ഗൈസുൽ മവാഹിബുൽ അലിയ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയാണ്. ഷർഹ് വലിയ സ്ഥാനവും മാനവുമുള്ള പണ്ഡിതനാണ് മഹാനവറുകൾ. അങ്ങനെ ഈ ഷറഹ് ഞാൻ വായിച്ചപ്പോൾ മഹാനായ ഇബ്നു അജീബ് തങ്ങൾ പറയുന്നു, സഹത്തു ഫിൽ ഇൽമി ലാഹിരി വന്തഖൽതു ഇലൽ ഇബാദത്തി വത്തബത്തുലി ദിക്രില്ലാഹ്. ഹിക്കമിൻ്റെ ഷറഹ് ഗൈസുൽ മവാഹിബ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ലാഹിറായ ഇൽമിൽ ഞാൻ വിരക്തനായി. ഞാൻ പിന്നീട് ഇബാദത്ത് തബത്തുലിലേക്ക് നീങ്ങി. എനിക്ക് ദുന്യാവും അതിൻ്റെ ആളുകളെയും എനിക്ക് അനിഷ്ടമാക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഏകാന്തത എന്നിലേക്ക് ഇഷ്ടമാക്കപ്പെട്ടു എന്നാണ്. പിന്നീട് മഹാനവറുകൾ 1208 മഹാനായ അൽ ഖുതുബുൽ ഫർദാനി സയ്യിദി മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിക്കുന്നത്. മഹാനായ ഇമാം മൗലായൽ അറബിയു ദർഖാവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫയാണ് മഹാനായ മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു തആല അൻഹു. മൗലായൽ അറബിയു ദർഖാവി ത്വരീഖത്തു ദർഖാവിയ എന്ന് പറയുന്ന ത്വരീഖത്തിൻ്റെ സ്ഥാപകനാണ്. അത് ദർഖാവിയ ത്വരീഖത്ത് എന്ന് പറയുന്നത് ഷാദുലി ത്വരീഖത്തിൻ്റെ ഒരു ഉപശാഖയാണ്. അങ്ങനെയാണല്ലോ എല്ലാ ത്വരീഖത്തുകളും ശാഖകളായി മാറുന്നത്. മഹാനവറുകൾ പറയുന്നു, അങ്ങനെ ഫാസിൽ നിന്ന് ഇബ്നു അജീബ് തങ്ങൾ പറയുന്നു, ഫാസിൽ നിന്ന് ഞാൻ മശായിഖന്മാരെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, ആരെ? അവിടുന്ന് ലാഹിറായ ഇൽമിൽ നിന്ന്, ഞാൻ ഇൽമുൽ ലാഹിർ പഠിച്ച ഉസ്താദുമാരിൽ നിന്ന് അവരൊക്കെ സന്ദർശിച്ചു കൊണ്ട് മടങ്ങുമ്പോൾ ബനൂ സിർവാൽ എന്ന് പറയുന്ന ഗോത്രത്തിലൂടെ ഞാൻ പോയി. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മൗലായൽ അറബിയു ദർഖാവിനെയും സയ്യിദി മുഹമ്മദുൽ ബൂസീദിയെയും കാണുന്നത്. മുഹമ്മദുൽ ബൂസീദി ഖലീഫയാണ് അലിയു ദർഖാവിയുടെ. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഉടമയാണ് മഹാൻ അവറുകളൊക്കെ. അങ്ങനെ ഞാൻ അവരെടുത്തേക്ക് രണ്ടുപേരെടുത്തേക്കും ആദ്യം ഞാൻ ചെന്നത് മഹാനായ മുഹമ്മദുൽ ബൂസീദി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലാണ്. മഹാനവറുകൾ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ജഅലകല്ലാഹു കൽ ജുനൈദ്, അള്ളാഹു നിന്നെ ജുനൈദിൻ്റെ മാതിരിയാക്കട്ടെ, സയ്യിദു ത്വായിഫ ജുനൈദിനെ പോലെയാക്കട്ടെ. പിന്നീട് മുഹമ്മദുൽ ബൂസീദ് റളിയല്ലാഹു തആല അൻഹു ഞാനുമായിട്ട് പോയത് മഹാനവറുകളുടെ ഷെയ്ഖാകുന്ന മൗലായൽ അറബിയു ദർഖാവി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. മഹാനവറുകളെ സന്ദർശിച്ചപ്പം മഹാനവറുകൾ പറഞ്ഞു, ജഅലകല്ലാഹു കൽ ജീലാൻ, നിങ്ങളെ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനിയെ പോലാക്കട്ടെ. അപ്പം
ഖലീഫയാകുന്ന മുഹമ്മദുൽ ബൂസീദി പറഞ്ഞു, ഞാൻ മൂപ്പരോട് പറഞ്ഞത് കൽ ജുനൈദി എന്നാണല്ലോ എന്ന്. അപ്പോൾ അലിയുദ്ദർക്കാവി തങ്ങൾ പറഞ്ഞു, സാരല്ല, യജ്മഉ ബൈനഹുമ ഇൻഷാ അല്ലാഹ്, രണ്ട് പദവിയിലും മൂപ്പരെത്തിക്കോളും. മഹാനവറുകൾ പറഞ്ഞു, ആ രണ്ട് പേരുടെയും പ്രാർത്ഥന എനിക്ക് ഉപകരിച്ചു. പിന്നീട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങി പല തവണ എൻ്റെ ഷെയ്ഖാകുന്ന മുഹമ്മദുൽ ബൂസീദിയെ സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, സാധിച്ചില്ല. അങ്ങനെ ബനൂ സിർവാലിൽ നിന്ന് എൻ്റെ ഷെയ്ഖ് തിത്തുവാനിലേക്ക് വന്നപ്പോൾ ഞാൻ മഹാനവറുകളെ സന്ദർശിച്ചു. എന്നിട്ട് മഹാനവറുകളോട് ഞാൻ പറഞ്ഞു, അവിടെ വെച്ചിട്ട് ദിക്ർ ചൊല്ലിക്കൊടുത്തു, ബൈഅത്ത് സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ മഹാനവറുകളോട് പറഞ്ഞു, അന ബൈന യദൈക ഇഫ്അൽ ബിമാ ശിഅ്ത, ഇതാ ഷെയ്ഖ് അവറുകളെ, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അതാണ് യഥാർത്ഥ ഒരു മുരീദിൻ്റെ ലക്ഷണം. കുൻ അമാമ ഷെയ്ഖി കൽ മയ്യിത്തി ഫി യദിൽ ഗാസിലീന. അപ്പം മുഹമ്മദുൽ ബൂസീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ് തൻ്റെ മുരീദിനോട് തബാറക്കല്ലാഹു അലൈക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടിയിരുന്ന മുരീദന്മാരിലേക്ക് തിരിഞ്ഞിട്ട് ബൂസീദി തങ്ങൾ പറഞ്ഞു, സയ്യിദി അഹ്മദ്, എൻ്റെ മുരീദാകുന്ന അഹ്മദ്, മുത്തസിഫും ബിസ്സുഹ്ദി വൽ വറഇ വത്തവക്കുലി വസ്സബ്രി വൽ ഹൽമി വൽറിളാ വത്തസ്ലീമി വശഫഖ വറഹ്മത്തി വസ്സഖാ, ഇതൊക്കെ ഉണ്ട്. ഹത്താ അദ്ദ നഹ്വ ഇസ്നൈ അശറ മഖാമൻ, തസവുഫിൻ്റെ 12ഓളം അവസ്ഥകൾ, സ്റ്റേജുകൾ എണ്ണീട്ട് അതൊക്കെ ഉള്ള ആളാണ്. ആ വിശേഷണങ്ങളിലും ആ മക്കാമുകളിലൊക്കെ ഉള്ള ആളാണ് എൻ്റെ മുരീദ് അഹ്മദ് ബിൻ അജീബ. അപ്പം ഞാൻ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ഇതന്നല്ലേ തസവുഫ്? വക്കാല, അപ്പം പറഞ്ഞു, ഹാദാ തസവുഫുൽ ലാഹിരി, ഇത് ലാഹിറായ തസവുഫാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തസവുഫ് ഇതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ലാഹിറായ തസവുഫാണ്. ഇബ്നു അജീബ ഇഖാലിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്, വരുന്നിടത്ത് കാണാവുന്നതാണ്. വ ബഖിയ തസവുഫുൽ ബാത്തുനി, ഇനി നിനക്കുള്ളത് ബാത്തുനായ തസവുഫാണ്, ഇൻഷാ അല്ലാഹ്, അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് എൻ്റെ ഷെയ്ഖിനെ സന്ദർശിക്കും പലയിടത്തും വെച്ചിട്ട്. അങ്ങനെയാണ് അല്ലാഹു തആല ഫതഹുൽ കബീർ, വലിയ ഫതഹ് എനിക്ക് നൽകുന്നത്. മഹാനവറുകൾ പറയുന്നു, എൻ്റെ ഷെയ്ഖാകുന്ന ബൂസീദി റളിയല്ലാഹു തആല അൻഹു 16 വർഷക്കാലം മഹാനവറുകളുടെ ഷെയ്ഖിനിക്ക് ഖിദ്മത്തെടുത്തു. മഹാനവറുകളുടെ ഷെയ്ഖും അതുപോലെ തന്നെ മഹാനവറുകളുടെ ഷെയ്ഖിനിക്ക് ഖിദ്മത്തെടുത്തു. ഞാൻ എൻ്റെ ഷെയ്ഖിൻ്റെ ഖിദ്മത്തിലായി 7 വർഷക്കാലം നിന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ ഈ കാലിലൊക്കെ പറയുന്നത്, വല്ലാഹി മാ അഫുലഹ മൻ അഫുലഹ ഇല്ലാ ബി സുഹ്ബത്തി മൻ അഫുലഹ. അതാണ് മഹാനവറുകൾ വിശദീകരിക്കുന്നത്. വിജയിച്ചവർ ഇത് സാലിഹീങ്ങളോടുകൂടെ ഉള്ള സുഹ്ബത്തും അവരുടെ ഖിദ്മത്തിലുമാണ്. മഹാനവറുകൾ തന്നെ പറയുന്നു, മാനാലു മർത്തബത്തൽ വിലായത്തി വ കമാല സ്വലാഹി ഇല്ലാ ബിഖിദ്മത്തി മശായിഖിഹിം. ഞാൻ എൻ്റെ ഷെയ്ഖിനിക്ക് എൻ്റെ കൈ കൊണ്ട് ചുമന്ന് മണ്ണും മരവും ചുമന്നുകൊണ്ട് ഞാൻ എൻ്റെ ഷെയ്ഖിനിക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു എൻ്റെ തൊഴിൽ. അങ്ങനെ എനിക്ക് ബാക്കി ജോലിക്ക് കാശില്ലാതായപ്പോൾ, വീടിൻ്റെ പൂർത്തീകരണത്തിന് കാശില്ലാതായപ്പോൾ എൻ്റെ അടുക്കലുള്ള കിതാബുകളിൽ നിന്ന് ചിലതൊക്കെ വിറ്റിട്ട് ആ കാശുകൊണ്ട് എൻ്റെ ഷെയ്ഖിനിക്ക് ഞാൻ വീടുണ്ടാക്കുന്നതിലേക്ക് ചെലവഴിച്ചു. എൻ്റെ ഷെയ്ഖിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കിയപ്പോൾ
അത് കാരണമായി അല്ലാഹു തആല എനിക്ക് 3 വീട് എന്നാണ് പറയുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഹാദിഹി ആദത്തുഹു തആല ഫീമൻ ഖദമ ഔലിയാഅഹു അൻ യുഅ്തിയഹും അക്സറ മിമ്മാ യുഅ്തൂ. മഹാന്മാരായ ഔലിയാഇന് നൽകപ്പെടുന്നതിനേക്കാൾ ഖൈറായത് അല്ലാഹു തആല അവൻ്റെ ഔലിയാഇന് ഖിദ്മത്തെടുത്തവർക്ക് നൽകും എന്നതാണ്. മഹാനായ സയ്യിദി അഹ്മദ് ബിൻ അജീബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ ഷെയ്ഖാകുന്ന ബൂസീദി റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദുൽ ബൂസീദി റളിയല്ലാഹു തആല അൻഹു അവിടെ കൂടിയിരുന്ന തൻ്റെ മുരീദന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സയ്യിദി അഹ്മദ് ഹുവ ഖലീഫത്തി ഹയ്യം വ മൈത്ത. ഇരു ലോകത്തും എൻ്റെ ഖലീഫ അഹ്മദ് ബിൻ അജീബയാണ്. മറ്റൊരവസരത്തിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുമ്പോൾ എൻ്റെ ഷെയ്ഖ് പറഞ്ഞു, ലൗ കാനൽ ഗസാലിയു ഹയ്യൻ ലഹത്ത റഅ്സഹു ലി സയ്യിദി അഹ്മദ്. മഹാനായ ഇമാം ഗസാലി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആദരവിന് വേണ്ടി അഹ്മദ് ബിൻ അജീബക്ക് തല കുനിക്കുമായിരുന്നു എന്നാണ്. ഉഷ്ഹിദുക്കും അന്നഹു ഖലീഫത്തി ഹയ്യം വ മൈത്ത. മറ്റൊരു അവസരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഹഖീഖത്തും ശരീഅത്തും ഒരുമിച്ച് കൂട്ടിയ ആളാകും. മറ്റൊരവസരത്തിൽ എനിക്ക് മഹാനവറുകൾ വിറുത് പറഞ്ഞെന്നപ്പോൾ പറഞ്ഞത്, യകൂനു അസ്ഹാബു സയ്യിദി അഹ്മദ് അസ്ഗറുഹും മിസ്ലൽ ജുനൈദ്. സയ്യിദി അഹ്മദ് ബിൻ അജീബിൻ്റെ മുരീദന്മാർ അവരിൽ ഏറ്റവും ചെറിയ ആളുകൾ ജുനൈദിനെ പോലെയാകും എന്ന് പറഞ്ഞാൽ അലാ ഖദമിഹി, മഹാനായ ജുനൈദുൽ ബഗ്ദാദിയുടെ ഖദമിൻ്റെ മേലിലാകും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെയും ഇകഴ്ത്തലൊന്നും ഉദ്ദേശമല്ല എന്ന് മനസ്സിലാക്കണം. ഓരോരോ മഖാമുകളിൽ ഓരോരോ അവസ്ഥകൾ മഹാന്മാർ മുരീദന്മാർക്ക് നൽകുന്നതാണ്. മറ്റൊരവസരത്തിൽ ഇമാം ബൂസീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യബ്അസുല്ലാഹു അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലി ഉമ്മത്തി അംറ ദീനിഹ. എല്ലാ കാലഘട്ടത്തിലും നൂറ്റാണ്ടുകളിലും യുഗപുരുഷന്മാർ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണെന്ന് നമ്മുടെ മശായിഖന്മാർ നമുക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയുന്നു, മഹാനായ ഇമാം സനൂസി റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് തൗഹീദും ആമായ തൗഹീദ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഫനഹ്നു വൽഹംദുലില്ലാഹി നുഅല്ലിമുന്നാസ തൗഹീദൽ ഖാസ്. നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഖാസായ തൗഹീദിനാണ്. സാധ്യമായവർക്ക് അങ്ങനെയും സാധ്യമല്ലാത്തവർക്ക് അവരുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നിട്ടും. മഹാനവറുകൾ പറയുന്നു, അമ്മാമൻ സറഅനാ ഫീഹിൽ ഇൽമൽ ബാത്തിന. നമ്മൾ ഇൽമുൽ ബാത്തിനെ ആരിലെല്ലാം വിതച്ചോ ഫജുല്ലുഹും ഹസല ലഹുമുൽ ഗിനൽ അക്ബർ. എല്ലാവർക്കും ഗിനൽ അക്ബർ കരസ്ഥമായിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു അജീബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാതാവ് മഹാനവറുകളെ ഗർഭം വഹിച്ച സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാ നിസ്കാര ശേഷവും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ർസുഖ്നി ദുർരിയത്തൻ സാലിഹത്തൻ. എല്ലാ നിസ്കാരത്തിലും റമളാനിലുമൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് മഹാനവറുകൾ പറയാൻ. മഹാനവറുകളുടെ മരണം, വിയോഗം 1224 മഹാനവറുകളുടെ ഷെയ്ഖാകുന്ന മുഹമ്മദുൽ ബൂസീദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഗ്രാമത്തിൽ ആ വീട്ടിൽ വെച്ചാണ് മഹാനവറുകൾ മരിക്കുന്നത്. പിന്നീട്
അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും 3 ദിവസം അങ്ങനെ നിന്നു. അതല്ല 40 ദിവസമാണെന്നും 3 മാസമാണെന്നും പിന്നീട് മഹാനവറുകളുടെ മുരീദന്മാർ മഹാനവറുകളെ അവിടെ നിന്ന് മാറ്റി സുമൈജ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതും ത്വഞ്ചയുടെ അടുത്തുള്ള പ്രദേശമാണ്, അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ മഹാനവറുകളുടെ ലരീഹുള്ളത്, മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സുമൈജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൊറോക്കയിൽ തന്നെയാണ്, ത്വഞ്ചയുടെ അടുത്താണ്. ഇതൊക്കെ ആർക്കും ഉള്ളതാണ്, കാണാവുന്നതാണ്, നെറ്റ് നോക്കിയാൽ ആർക്കും അറിയാവുന്നതുമാണ്. മഹാനായ സയ്യിദി അഹ്മദ് ബിൻ അജീബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇഖാലുൽ ഹിമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽ ഫുതൂഹാത്ത് ഉണ്ട്. അതുപോലെ തന്നെ അൽ ബഹ്റുൽ മദീദ് എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു തഫ്സീറുണ്ട്. 8ഓളം വാള്യം വരുന്ന ഒരു തഫ്സീർ മഹാനവറുകൾക്കുണ്ട്. അതുപോലെ തന്നെ റായിയൻ്റെ ഷറഹുണ്ട്, തായിയൻ്റെ ഷറഹുണ്ട്. തൻ്റെ ഷെയ്ഖിനിക്കുള്ളതാണ് റായിയ, തൻ്റെ ഷെയ്ഖിനിക്കുള്ളതാണ് തായിയ. റായിയൻ്റെ തുടക്കം തന്നെ അലൈക ബി തഖ്വല്ലാഹി ഹൈസു തവജ്ജഹത് വകുൻ കരീമൽ അഖ്ലാഖ് ഫിസ്സിരി വൽ ജഹരി വഹസ്സിനിൽ ലന്ന ബിൽ ഇബാദി ഇദാ ശിഅ്ത സുറൂറൻ മുഅബ്ബദൻ മിനൽ ലുബ്ബി വൽ ഖശ്രീൻ വഹബ് ഇർലക ലിൽ ഖൽഖി ഇൻ കുൻത സാദിഖ തുരീദു ബഹാഅൻ സുമ്മ ഫഖ്റൻ അലാ ഫഖ്രീം. അതിനൊരു ഷറഹുണ്ട്. നിൻ്റെ അഭിമാനം അത് ജനങ്ങൾക്ക് ഹദിയ ചെയ്താളാന്നാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഉടമയാണ് മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു തആല അൻഹു. അൽ ഖുതുബാണ്, മുറബ്ബിയാണ്. മഹാനവറുകളുടെ മുരീദന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. എണ്ണമറ്റ ആളുകൾ, എണ്ണമില്ലാത്ത അത്രയും ആളുകൾ മഹാനവറുകളുടെ മുരീദുണ്ടായിരുന്നു. അള്ളാഹു ആ മഹാനവറുകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇഖാലുൽ ഹിമം അതിൻ്റെ ഹക്കായ രൂപത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.